സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. നമ്മളൊരു അണ്ടർ വാട്ടർ സീയിൽ പോയാലോ? ഓക്കെ. കോറൽ റീഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. വെള്ളത്തിൻ്റെ അടിയിൽ വളരുന്ന പ്ലാന്റ്സുകളാണ് ഇതൊക്കെ. ഭയങ്കര കളർഫുള്ളാണ് ഇത് കാണാൻ. സോ ഐ തോട്ട് ഐ ഡു സംതിങ് നോട്ട് ബുക്ക് ബേസ്ഡ് ഓൺ ദിസ് ആക്ച്വലി. അപ്പോൾ ആദ്യം ഞാൻ ഓരോ കോറൽ റീഫ്, പലതരത്തിലുള്ള കോറൽ റീഫ് ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതിൻ്റെ ടെക്സ്ചറൊക്കെ ഇഷ്ടമായി. അപ്പോൾ അത് ചിലത് ഞാൻ സെലക്ട് ചെയ്തു ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് ടു ആഡ് കളേഴ്സ് ടു ഇറ്റ്. അപ്പോൾ ഇതാണ് ഒരു ഒരു മഞ്ഞ ഒരു കോറൽ റീഫാണിത്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു ബേസിക്കലി ടേക്ക് എ ബ്രഷ് ആൻഡ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബ്രഷ് ഒരു ബ്രഷ് ടൂളിൽ പല തരത്തിലുള്ള ടൈപ്സ് ഓഫ് ബ്രഷസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ബ്രഷ് ടൂൾ ഞാൻ എടുത്തിട്ട് ചെയ്ത് നോക്കിയതാണ്. അതിനെ മാക്സിമം കുറച്ചിട്ട് എൻ്റെ സൈസ് കുറച്ചിട്ടും സൈസ് കൂട്ടിയിട്ടും ഒക്കെ ചെയ്ത് നോക്കണതാണ്. ആൻഡ് ഇറ്റ് ഈസ് സോ അമേസിങ്. ഇറ്റ് ആക്ച്വലി ഒരു നെറ്റ് പോലത്തെ ഒരു ഇഫക്റ്റാണ് വന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഞാനിതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ ഓരോ ഇമേജിൻ്റെയും കോറൽ റീഫ് എടുക്കണുണ്ട്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി, ഈ ഒരു കളർ കോമ്പിനേഷൻ. ഒരു ഓറഞ്ചിൻ്റെയും മഞ്ഞയുടെയും റെഡ്, പിങ്ക്, പല ഷെയ്ഡ്സ്. ഞാനിങ്ങനെ ആലോചിക്കും, വെള്ളത്തിൻ്റെ അടിയിൽ ഇത്രയധികം ഷെയ്ഡ്സ് വരാൻ നമ്മൾ ചിന്തിക്കണില്ലല്ലോ. പക്ഷേ ദാറ്റ് ഈസ് ദി നേച്ചർ. ഇറ്റ് ടീച്ചേഴ്സ് യു എ ലോട്ട് ഓഫ് ലെസൺ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി, ഈ ഒരു ടെക്സ്ചറും. പിന്നെ ഒരു ടെക്സ്ചർ ഞാൻ എടുത്തത് എന്ന് വെച്ചാൽ, നമ്മൾ ആ മഞ്ഞ കാണുന്നില്ലേ കോറൽ റീഫ്, അത് എനിക്ക് തോന്നണത് സ്റ്റോണിൻ്റെ മുകളിലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ഞാൻ ഒന്ന് ട്രേസ് ഔട്ട് ചെയ്തിട്ട് ഞാൻ അതിനെ ചെയ്തതാണ്. അപ്പോൾ അത് ബേസിക്കലി അങ്ങനെ ഒരു സ്റ്റോണിൻ്റെ മുകളിൽ. പിന്നെ ഞാൻ വിചാരിച്ചു, സാധാരണ ഒരു സ്റ്റോൺ എടുത്തിട്ട് അതിന് ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുക്കുക, ഒരു ലൈറ്റ് ബ്ലൂ വെച്ചിട്ടൊരു ഷെയ്ഡ് കൊടുത്താൽ ശരിക്കും റോക്കിൻ്റെ ഒരു ഇഫക്റ്റ് വരും. വെള്ളത്തിൻ്റെ അടിയിലുള്ള റോക്സിനൊക്കെ ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ ഉണ്ട്, ഈ പൂപ്പൽ വരുന്ന പോലത്തെ. അപ്പം അത് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ബുക്കാണല്ലോ ചെയ്യണത്, നോട്ട് ബുക്കാണ് അത് ചെയ്യണത്. സോ ബേസിക്കലി നോട്ട് ബുക്കിൻ്റെ രീതിയിൽ ഫസ്റ്റ് ആസ് യൂഷ്വൽ ഇമേജസ് കൊണ്ടുവന്നു. സേവ് ചെയ്ത PNG ഇമേജസ് ഞാനിങ്ങനെ ഒന്ന് എന്താ പറയുക, ഓർഡർ ആക്കിയിട്ട് അവിടെ വേണോ ഇവിടെ വേണോ, ഇത് ആദ്യം ഞാൻ വിചാരിച്ചു എക്സാക്ട്ലി അതേപോലെ ആവാം എന്ന് വിചാരിച്ചു. പിന്നെ അത് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടോ. അപ്പോൾ കുറേ വേരിയേഷൻസ് വരുത്തിയിട്ടുണ്ട്. ബട്ട് ടു സം എക്സ്റ്റെൻറ്റ് ഐ ട്രൈ ടു ക്രിയേറ്റ് ദാറ്റ് കോറൽ റീഫ് ഇഫക്റ്റ് ഓൺ ദ നോട്ട് ബുക്ക്. അപ്പോൾ നോട്ട് ബുക്ക് ഫ്രണ്ട് കവറിൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ആ ഒരു സെയിം കോറൽ റീഫ് ഞാൻ എടുത്തിട്ട് അതിനെ ചുരുക്കി അതിനെ റീസൈസ് ചെയ്ത്, പിന്നെ മോളിന്ന് വരുന്ന രീതിയിൽ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു കേവിൽ പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡും ഉണ്ടാവില്ലേ ഈ സംഭവം. അപ്പം അങ്ങനെ വെച്ച് നോക്കി, അങ്ങനെ ട്രൈ ഔട്ട് ചെയ്തു. അങ്ങനെ പലതും ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫൈനൽ ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ടുവേർഡ്സ് ദി എൻഡ്. ആൻഡ് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിത് ചെയ്തു തുടങ്ങിയപ്പോൾ ഇറ്റ് വാസ് വെരി മെഡിറ്റേറ്റീവ്. ഞാൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയില്ലെങ്കിലും ഐ ഫെൽറ്റ് ദാറ്റ് ഐ വാസ് ഇൻസൈഡ് അണ്ടർ വാട്ടേഴ്സ്. ആൻഡ് the kind of design that I was able to achieve was also a very realistic. At the same time it is kind of കാർട്ടൂണി കൈൻഡ് ഓഫ് എ ഫീൽ. പക്ഷേ എനിക്ക് റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് വരുത്താൻ പറ്റി. ഇത് എത്ര പേർക്ക് ഇത് എന്താ പറയുക കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്നും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. ചിലവർക്ക് ഇത് തോന്നും, ഓക്കെ ദിസ് ഇസ് വെരി ഡിഫിക്കൾട്ട്, ആദ്യം ഇത് ട്രേസ് ഔട്ട് ചെയ്യണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ ഇത് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ചെയ്യണ്ട. ഞാൻ ആദ്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ കണ്ടാരും. ഇപ്പം ഞാൻ താഴെ വെള്ളത്തിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, സാധാരണ നമ്മൾ കുറേ ഇമേജസ് ഇപ്പോൾ കണ്ടു, പക്ഷെ അതിനെ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. സോ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യണ, ഇതിൻ്റെ മുകളിലൊരു ഷെയ്ഡ് കൊണ്ടുവരിക,
ആൻഡ് ദെൻ ഫൈനലി അവിടേക്ക് എത്തണുണ്ട്. പല പല ഈ ഒരു ഇതിനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ലെയറിൽ നമുക്ക് അതിൻ്റെ ആ എന്താ പറയുക ട്രാൻസ്പെറൻസി നമുക്ക് മാറ്റാം. നമുക്കതിനെ എന്താ പറയുക ലൈറ്റ് ട്രാൻസ്പെറൻ്റ് ആക്കാം, വേറെ കളറാക്കാം, അങ്ങനെയൊക്കെ പലതും ചെയ്യാം. അപ്പോൾ പലതും ഞാൻ ട്രൈ ഔട്ട് ചെയ്തു. യു ക്യാൻ സീ ഇറ്റ് ഓവർ ഹിയർ ഇറ്റ് സെൽഫ്. ഇത് ശരിക്കും പറയുക വെച്ചാൽ ഒരു സ്ക്രീൻ റെക്കോർഡ് പോലെ ഞാൻ ചെയ്തതാണ്. സോ എവ്രിബഡി ക്യാൻ സീ വാട്ട് ഐ എം ഡൂയിങ്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു കളർ ടോണിലേക്ക് എത്തി. സോറി, ഞാൻ മഞ്ഞ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. എന്നിട്ടൊരു ഒരു ഷെയ്ഡ് പോലെ കൊണ്ടുവരാം എന്ന് വിചാരിച്ചു. അതൊക്കെ മാറി കേട്ടോ. അതൊക്കെ ഒരു ഇടയ്ക്ക് വെച്ചിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. ഇതൊക്കെ ഞാൻ ഇവിടെയും റെഫറൻസ് ചെയ്തിട്ടല്ല, എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ചെയ്യണതാണ്. ആൻഡ് ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് ചിലത് മനസ്സിൽ തോന്നണത് നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യണം എന്ന് തോന്നും. ആൻഡ് ദെൻ ഫൈനലി ഐ ഡിഡ് ദിസ്. ഇതൊരു ബ്രഷാണ് കേട്ടോ. അതിങ്ങനെ സ്റ്റാമ്പ് ചെയ്യണ പോലത്തെ ഒരു ബ്രഷാണ്. ആൻഡ് ഐ ജസ്റ്റ് സ്മഡ്ജ് ഇറ്റ്. ആ സ്മഡ്ജ് ചെയ്തപ്പോൾ എന്തൊരു ഇഫക്റ്റാണ് വന്നത്. ശരിക്കും വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഈ ബബിൾസ് അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ കാണില്ലേ, അതുപോലത്തെ ഒരു ഇഫക്റ്റ് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐ ലിറ്ററലി ഐ വെൻറ്റ് വിത്ത് ദാറ്റ് ഡിസൈൻ. അതാണ് എനിക്കത് ഇഷ്ടമായാൽ പിന്നെ ഞാൻ അതിൽ പുറകെ പോവും. ആൻഡ് ദെൻ വാട്ട് ഡിഡ് ഐ, ഇപ്പോൾ ഇതിലിങ്ങനെ വെയിറ്റ് കുറേ കാണാനുണ്ട്, ടെക്സ്റ്റ് എന്ന് മാത്രം എഴുതിയത്. ബിക്കോസ് ഐ വാസ് സെർച്ചിങ് ഫോർ കോട്ട് ആക്ച്വലി. അണ്ടർ വാട്ടറിൽ എന്താണ് കോട്ട് എന്നുള്ളത്. അപ്പോൾ അതിനൊരു കോട്ട് ഞാൻ എന്താ കണ്ടെത്തിയത് എന്ന് വെച്ചാൽ ദ സൈലൻറ്റ് വേൾഡ് ക്വയറ്റ്സ് ദ മൈൻഡ്. ഓക്കെ, അങ്ങനെയാണ് അത് എഴുതിയത്. ഞാൻ അതിൻ്റെ കാണും, അതിൻ്റെ ആ എഴുത്ത് ഞാൻ കാണും. അത് ഞാൻ സേവ് ചെയ്തു, പക്ഷെ അതവിടെ സ്റ്റക്കായി തോന്നുന്നുണ്ട് വീഡിയോ, സോറി. ബട്ട് അതാണ് അതിൻ്റെ കാര്യം. അടുത്ത ഇമേജസിൽ അത് വരുന്നുണ്ട്. പിന്നെ ഇത് ബാക്ക് കവർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. ബാക്ക് കവറിൽ മിക്കവാറും ഞാൻ ഈ ഒരു ഷെയ്ഡിലാണ് ഞാൻ വിചാരിച്ചതല്ല, പക്ഷെ അത് അങ്ങനെ ആയി വന്നു മനസ്സിൽ. ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ നമ്മൾ. അപ്പോൾ ഇത് ഞാൻ ആ ഒരു സ്റ്റോണിൻ്റെ അത് ചെയ്ത്, അത് മുകളിലത്തെ സ്റ്റോണിനും അങ്ങനെ ചെയ്തു. അപ്പോൾ ദിസ് ഇസ് വാട്ട് ഇറ്റ് വിൽ ലുക്ക് ലൈക്ക്. അത് ഫ്രണ്ടും ആദ്യം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു ജെപെഗ് ആയിട്ടല്ല സേവ് ചെയ്യുക. അപ്പോൾ അത് ജെപെഗ് ആയിട്ട് ഇത് ഫ്രണ്ടിൻ്റെ ഇൻസൈഡും പിന്നെ ബാക്കിൻ്റെ ഇൻസൈഡും ബാക്ക് കവറും ആണിത്. അപ്പോൾ അത് സൈലൻറ്റ് വേൾഡ് ക്വൈറ്റ്സ് ദ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വേൾഡ് എന്ന് പറയുന്നത് സൈലൻറ്റ് വേൾഡാണ്. ലൈക്ക് ദി അണ്ടർ വാട്ടേഴ്സ്, ഇറ്റ് വിൽ ക്വൈറ്റ് യുവർ മൈൻഡ്, അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു മനസ്സോട് കൂടിയിട്ടുള്ള ഒരു ഭയങ്കര തോട്ട് പ്രോസസ്സുള്ള ഒരു ബുക്കാണിത്, നോട്ട് ബുക്കാണ്. ആൻഡ് ഓഫ് കോഴ്സ് ആസ് യൂഷ്വൽ മോക്കപ്പ് ഡിസൈൻ ഫ്രണ്ട് ആൻഡ് ബാക്ക്. യു ക്യാൻ സീ ദ ഡിഫറൻസ്. ബാക്ക് ഞാൻ ഇങ്ങനെ തന്നെ പ്ലെയിൻ ഇട്ടു. ഞാൻ ഐ ഡിഡ്ന്റ് റൈറ്റ് എനിത്തിങ് ഉഷാസ് ക്രിയേറ്റീവ് സ്പേസ് ഒന്നും എഴുതിയിട്ടില്ല. ജസ്റ്റ് പ്ലെയിൻ ദാറ്റ്സ് ഇറ്റ്. പക്ഷെ അതിന് ഭയങ്കര ഒരു ഇഫക്റ്റ് ശരിക്കും ആ ഒരു സ്റ്റോണിൻ്റെ താഴെ ഒരു ഷെയ്ഡൊക്കെ വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞാൽ. ആക്ച്വലി ബേസിക്കലി ദിസ് ബുക്ക് ഇസ് വെരി മച്ച് ഡിഫറെൻറ്റ് സ്റ്റൈൽ. പക്ഷേ എനിക്ക് റിയലിസ്റ്റിക്കായിട്ട് എനിക്ക് ഇമേജസും കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റും. ഐ ജസ്റ്റ് വെൻ ഫോർ ഇറ്റ്, അതാണ് കാര്യം. അപ്പോൾ സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് ദർ ഇസ് എ കൈൻഡ് ഓഫ് ഒരു ടൈം ലാപ്സ് വീഡിയോ പോലെ അടുത്തതിൽ കാണുന്നുണ്ട്. ഇതാണ് ശരിക്കും അതിൻ്റെ ആ ബാക്കും ഫ്രണ്ടും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചത് തന്നെ, പക്ഷെ അത് കുറച്ചും കൂടി സ്പീഡാക്കിയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെ കാണാം നിങ്ങൾക്ക് ആ ഷെയ്ഡുകൾ കൊണ്ടുവരുന്നതും കാര്യങ്ങളൊക്കെ. So I think you like this video. Until next time, thank you for joining me into this kutti underwater video.